ഹലോ, എൻ്റെ പേര് നൗറി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവാണ്. അതായത് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇന്നിവിടെ തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് സാധാരണ എല്ലാവരും എന്താണ് ചെയ്യാറുള്ളത്? എല്ലാവരും പുറത്ത് കറങ്ങാൻ പോകും. പക്ഷേ നമ്മളങ്ങനെ കറങ്ങാൻ പോകുന്ന പരിപാടിയൊന്നുമില്ല. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങും. അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ പരിപാടി. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഈ വീക്കെൻഡ് വരുമ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത റെസ്റ്റോറൻറ്റിലൊക്കെയാണ് പോയി ഫുഡ് കഴിക്കുന്നത്. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ പോയി കഴിക്കും. ഇപ്രാവശ്യം നമ്മൾ ഇന്നും കഴിഞ്ഞ ആഴ്ച ട്രൈ ചെയ്ത റെസ്റ്റോറൻറ്റ് അല്ലാതെ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ഇടുന്നത്. എൻ്റെ ആദ്യത്തെ ക്ലിപ്പിൽ നിങ്ങളെ നോട്ടീസ് ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെറുതായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നോ? അതെന്താണെന്നറിയാമോ? ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂട്. നമ്മൾ താഴെ പപ്പയുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പപ്പ എത്ര നേരം കഴിഞ്ഞാൽ വന്നതെന്നറിയാം. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലെടുത്ത വീഡിയോ ആണ് അത്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് പപ്പ വണ്ടിയും കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെപ്പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ എന്നെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാവേ. എൻ്റെ പേര് നൗറിൻ. ഞാനിവിടെ ബഹ്റൈനിലാണ്. ഫാമിലിയായിട്ട് ഞാൻ ഇവിടെയാണുള്ളത്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട്, അതായത് UKG തൊട്ട് +2 വരെ ഞാൻ ബഹ്റൈനിലാണ് പഠിച്ചത്. എൻ്റെ വീട്ടിൽ മമ്മിയുണ്ട്, പപ്പയുണ്ട്, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്. ഒരാൾ 9th പഠിക്കുന്നത്, ഒരാൾക്ക് ഇപ്പോൾ 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അതായത് ഈ സ്കൂളും കഴിഞ്ഞ് കോളേജ് തുടങ്ങുന്നതിന് മുന്നേയുള്ള നമ്മുടെ ചെറിയ ഒരു വെക്കേഷൻ ടൈമില്ല, ആ സമയമാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കോളേജ് തുടങ്ങാനായിട്ടില്ല, ഒരു 2-3 മാസത്തിനുള്ളിൽ കോളേജ് തുടങ്ങും. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. കുറച്ചായി ചിലപ്പോൾ നാട്ടിൽ പോകുമായിരിക്കും. ഞാനിങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴി വണ്ടിയിലിരുന്നുകൊണ്ട് ഇങ്ങനെ വ്യൂ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ബഹ്റൈൻ എങ്ങനെയാണെന്നൊക്കെ. ഇതൊന്നും അല്ല, ഇതൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്, ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്ത് ടൈപ്പ് വീഡിയോസ് ഇടുന്നതാണ് ഇഷ്ടം എന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നാൽ പപ്പ അപ്പം വഴി തെറ്റിക്കും. ഒന്നും സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വണ്ടി പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പം പപ്പയ്ക്ക് വഴി തെറ്റി. പപ്പ പിന്നെ വേറെ റൂട്ടിലോട്ടാണ് പോകുന്നത്. അതാണ് ഞാനിവിടെ എടുത്തത്. പപ്പ വഴി തെറ്റി. നമ്മൾ പോകേണ്ട വഴിയിലല്ല പപ്പ പോയത്. പപ്പ ഇപ്പുറത്തെ റോഡിലോട്ട് എങ്ങാണ്ട് കയറിപ്പോയി. പിന്നെ നമ്മൾ ഉമൽഹസത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ ദിലീപിൻ്റെ ദേപ്പുട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇത് ഇതുവരെ ഓപ്പൺ ഒന്നും ആയിട്ടില്ല. എപ്പോഴും ഓപ്പൺ ആവുന്നതെന്നും എനിക്കറിയത്തില്ല. ഓപ്പൺ ആയിട്ട് വേണം. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോഴേക്കും കോളേജൊന്നും തുടങ്ങിയില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്തായാലും ഒന്ന് ഫുഡ് കഴിക്കണം. കുറേ വെറൈറ്റി ഫുഡൊക്കെ കാണുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു തട്ടുകട നിങ്ങൾ കണ്ടില്ലേ, ഇവിടേക്കാണ് നമ്മൾ കയറുന്നത്. ഈ ബാങ്കോക്ക് റെസ്റ്റോറൻറ്റ് കണ്ടു. ബാങ്കോക്ക് റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയൊക്കെ നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പുറത്തെ റെസ്റ്റോറൻറ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തട്ടുകടയിലോട്ട് കയറുവാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് മുന്നിലെല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ സമയമുണ്ട്. പക്ഷേ വീക്കെൻഡിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറുന്നത്. അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് മുന്നിൽ തന്നെയൊക്കെ വണ്ടി പാർക്കിംഗ് കിട്ടും. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ വന്നതെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബാങ്കോക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന സമയത്ത് ഇവരുടെ ഫുഡ് ഇങ്ങനെ ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പുറത്തുനിന്ന് കണ്ടു. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര കൊതിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് ഇവിടെ പോയി കഴിച്ച് നോക്കാം, എങ്ങനെയാണ് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നത്. പിന്നെയാണെങ്കിൽ ഇവിടെ നാട്ടിൽ കുറേ സ്നാക്സൊക്കെ ഇരിപ്പുണ്ട്. അച്ചപ്പം, കുഴലപ്പം, മിച്ചർ, അത് ഇതൊക്കെ ഇരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഈ അച്ചപ്പം, കുഴലപ്പം ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് എൻ്റെ മമ്മിക്കും രണ്ടാമത്തെ അനിയത്തിക്കുമാണ്. ഇത് കുഴലപ്പം മുറുക്കുമൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് നാട്ടിലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് എന്തോ ഇഷ്ടം എന്നറിയാമോ? നാട്ടിൽ നമുക്ക് കിട്ടുന്ന നാട്ടിലെ ലഡുവും ജിലേബിയിൽ എന്തൊരു ടേസ്റ്റാണ്. സത്യമായിട്ട് ഇവിടെയും ജിലേബി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ജിലേബി വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ജിലേബി പോലെയല്ല, ചെറിയ ജിലേബിയാണ്. പിന്നെ ടേസ്റ്റും വേറെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിടുന്നത് ലഡുവും ജിലേബിയും കൂടെ കൊണ്ടുവരണേന്ന്. കാരണം എനിക്ക് നാട്ടിലെ ലഡുവും ജിലേബിയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഈ ഒരു ഭിത്തിയുടെ ഭാഗമാണ്. ഇവിടെ മലയാളത്തിൽ കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. മൊയ്തീനെ ആ ചെറിയ വട എടുക്കൂ, അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ പിടിക്കുമായിരുന്നേ. പിന്നെ അവർ നമുക്ക് മെനു കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തതെന്ന് നമ്മൾ അവരോട് പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡയറ്റ് പെപ്സി ഓർഡർ ചെയ്തേ. കാരണം നമ്മൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് വയറിന് സ്പേസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറ്റ് പെപ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖത്തെ ചിരിയുണ്ട്. ഇത് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോകുമ്പം ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നൊരു പുഞ്ചിരിയാണ് എൻ്റെ മുഖത്ത് കണ്ടത്. അപ്പോൾ അവർ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നറിയാമോ? നമ്മൾ ഭയങ്കര പൊറോട്ട ഫാമിലിയാണ്. അതായത് നമ്മൾ മിക്ക സമയത്തും ഇങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ പോയി നമ്മൾ എന്തായാലും പൊറോട്ട അങ്ങ് ഓർഡർ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തു, ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തു. എൻ്റെ രണ്ടാമത്തെ അനിയത്തിക്ക് ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ മൂന്നാമത്തെ ഒരു അനിയത്തി ഉണ്ടല്ലോ, അവൾക്ക് എവിടെ പോയാലും ഏത് സമയമായാലും കുഴപ്പമില്ല, രാവിലെ ആയാലും രാത്രി ആയാലും വൈകുന്നേരം ആയാലും അവൾക്ക് ബിരിയാണി കിട്ടിയിരിക്കണം. ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്. ആൾക്ക് ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ നെയ്ച്ചോറൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഏറ്റവും ചെറിയ അനിയത്തിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും അവൾക്ക് വേണ്ട. അവൾക്ക് ബിരിയാണി ആണെങ്കിൽ
മാത്രം അവൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ മമ്മി എന്താ ചെയ്യുന്നത് അറിയാം, വെള്ള ബാസ്മതി റൈസ് ഉണ്ട്. എല്ലാ ദിവസവും ഒന്നും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. വെള്ള ബാസ്മതി റൈസിൽ ഉണ്ടാക്കിയ കറികൾ അവിടെ ഇവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും. പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ ഇടുമ്പം അതൊരു ബിരിയാണി സ്റ്റൈൽ ആവുമല്ലോ. അങ്ങനെയാണ് എല്ലാ ദിവസവും അവൾക്ക് സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവൾ തിന്നത്തില്ല. ഇപ്പം തന്നെ നമ്മളിവിടെ വന്നപ്പോൾ ബിരിയാണി ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ബിരിയാണി ഇല്ലയെന്ന്. പക്ഷേ അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അവിടെ ബിരിയാണി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ നെയ്ച്ചോറ് മേടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ചിക്കൻ കിഴി പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പപ്പ ഡബിൾ ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് നാട്ടിലെ മീൻകറി ഇല്ലേ, നാട്ടിലെ മുളകിട്ട മീൻകറി, പപ്പയ്ക്ക് മീൻ ഇഷ്ടമായതുകൊണ്ട് പപ്പ ആ മീൻകറിയും കൂടെ വാങ്ങി. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മി 2 അപ്പം കൂടെ കഴിക്കാൻ ഓർഡർ ചെയ്തായിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ബട്ടർ ചിക്കനും കിഴി പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആകെയുള്ളൊരു പ്രശ്നം, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറയുകയാണെങ്കിൽ പൊറോട്ട ഭയങ്കര ഹാർഡായിരുന്നു. പൊറോട്ട സോഫ്റ്റ് ആയിരുന്നെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പൊറോട്ട കുറച്ച് ഹാർഡായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയി. പിന്നെ എൻ്റെ ചെറിയ അനിയത്തി അച്ചപ്പം കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കി അത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളാരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.